ഞാനൊരു പോഡ്കാസ്റ്റിൽ ഒരു ഡോക്ടർ സംസാരിച്ചു, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. അദ്ദേഹം സംസാരിച്ചൊരു കാര്യമാണ്, നമ്മളിപ്പം ആദ്യം ഉണ്ടാവുന്ന ഒരു കുട്ടിയും പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നതെങ്കിൽ ആ 2 കുട്ടികളെയും വളർത്തിയ പാരൻസ് സെയിം ആണെങ്കിലും 2 ഡിഫറെൻറ്റ് പാരൻസ് ആണ് എന്ന്. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ്. ഇപ്പം എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛനമ്മ എന്നെ വളർത്തിയ ആ സെയിം അച്ഛനമ്മ അല്ല എൻ്റെ സിബ്ലിങ്സിനെ വളർത്തുന്നേ, മീൻ സൈക്കോളജിക്കലി. ഈസ് ദാറ്റ് ട്രൂ? ഓഫ് കോഴ്സ്. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പൂജ ചോദിച്ചില്ലേ, ഈ പേരൻ്റ് ആവുന്നതിന് പ്രത്യേകം പഠിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശരിക്കും നാച്ചുറലി പഠിക്കേണ്ട അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് ലേൺ ചെയ്തിരിക്കുന്ന ഇനി അൺലേൺ ഒന്ന് ചെയ്ത് നമ്മൾ സിമ്പിളായാൽ മതി. കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നമ്മളുടെ സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഇതേപോലെയല്ലേ 4ാമത്തെ ആൾ വരുമ്പോൾ അവിടെ ഒരു 3ാമത്തെ മനുഷ്യൻ പ്രസൻ്റ് ആണ്. ഒരു കുട്ടി, അത് വേറെ സ്പീഷീസിലുള്ള ഒരാളല്ല പ്രസൻ്റ് ആവണം, ഒരു കുട്ടിയാണ് പ്രസൻ്റ് ആയിരിക്കണം. ഇത് ഈ പറഞ്ഞ ആൾക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനും ബ്രെയിനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു 3ാമത്തെ കുട്ടി എന്ന് പറയുന്ന ഫസ്റ്റ് ചൈൽഡ് വരുന്ന സമയത്ത് 2 പേര് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ വരണം എന്ന് പറഞ്ഞില്ലേ. 4ാമത്തെ ആൾ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? 3 പേരും കൂടി ഡിസ്കസ് ചെയ്യണം. അത് സാധാരണ കാര്യമല്ലേ? ഇപ്പോൾ എന്നെ ഒട്ടും മനസ്സിലാക്കാതെ, എൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാതെ എന്നെ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, എന്നിട്ട് എക്സ്പെക്റ്റഡ് ടു ബിഹേവ് നാച്ചുറലി. നോ, ഐ എം നോട്ട് ഇൻഡിക്കേറ്റഡ്. എനിക്ക് ഇൻഡക്ഷൻ കിട്ടിയിട്ടില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ആരാ അവിടെ ഉണ്ടാവുക. അവിടെ ചിലപ്പോൾ എൻ്റെ ഏജിലൊരു കുട്ടി ഉണ്ടാവും, ഞാൻ അയാളുടെ കൂടെ കളിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ടോയ് എടുക്കായിരുന്നു, ഇതേപോലത്തെ ഏജിലുള്ള കുട്ടിയാണ്, അതായത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക്. അപ്പം ഞാൻ ഒരു ഇൻഡക്ഷനും ഇല്ലാതെ എന്നെ കൊണ്ടുപോയി പെട്ടെന്ന് വീട്ടിലേക്ക് തള്ളിയിട്ടിട്ട് പറയാം, നീ ഇതാ കളിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആസ് എ ചൈൽഡ് എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് ഇഫ് these parents have discussed as 3 individuals, we sit down and discuss that the 4th person is coming and the 4th person is so small that everything should be aided. നമ്മളെല്ലാവരും കൂടെ ഇത് ചെയ്തു കൊടുക്കണം. വാവയാണ് അന്ന് സംസാരിച്ച നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ? അത് മതി. എന്ന് പറഞ്ഞാൽ അഡൽട്ടിനെ പോലെ ചിലപ്പോൾ ബിഹേവ് ചെയ്യില്ല, പക്ഷെ a 5-year-old can behave like a 5-year-old അല്ലേ? എത്ര നേരം നല്ല സിബ്ലിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും? ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു കുഞ്ഞു വാവയിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളാണ്. അഡൽട്ടൊന്നും ആവണ്ട, പക്ഷെ 5 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഇല്ലേ, ആ 5 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഒന്ന് യൂസ് ചെയ്യാവോ? അല്ലാതെ പെട്ടെന്നൊരു കുട്ടി ഇങ്ങനെ വരികയാണ് എന്നിട്ട് പറയാം എല്ലാം നോർമലായിട്ട് നമ്മൾ പഴയ പോലെ അല്ല, അവിടെ പഴയ പോലെ അല്ല. അപ്പോൾ അതെന്തുകൊണ്ട് ഈ ചൈൽഡിനെ അവിടെ നിങ്ങൾ ഒരു ടീം മെമ്പറായിട്ട് കാണുന്നില്ല? അപ്പോൾ ചൈൽഡ് എന്ന് പറയുന്നത് വേറെ എന്തോ ആണോ? അത് ആ ചൈൽഡിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ചൈൽഡ് വാസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് പ്രോപ്പർലി. ദ ഫസ്റ്റ് ചൈൽഡ് വാസ് നെവർ ഈസ് നോട്ട് ഫീലിംഗ് ലൈക്ക് എ ടീം മെമ്പർ എനിമോർ. ഐ എം നോട്ട് ഇൻ ദിസ് ടീം. അവരാണ് ഇപ്പോൾ ടീമാവുന്നത്. കാരണം കുട്ടി നോക്കുമ്പോൾ അമ്മ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. സോ നൗ ദേ ബിക്കെയിം എ ടീം. ഞാൻ ഈ ടീമിൽ നിന്ന് ഔട്ടായോ, അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ? ഇതൊക്കെ നമുക്ക് ആദ്യമേ അഡ്രസ്സ് ചെയ്യായിരുന്നു. യു ഹാഡ് ഇനഫ് ടൈം. 9 months പ്രഗ്നൻസിക്ക് ശേഷം തന്നെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എൻ്റെ വീട്, അപ്പുവിൻ്റെയും. സോ അതിൽ ഇതേപോലെ തന്നെ മൂത്ത മകൻ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ആ വീട്ടിലെ എന്താ പറയുക, ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന, അറ്റൻഷൻ എന്ന് പറയുന്ന ഒരാൾ. പിന്നീട് കൊച്ചു വരുമ്പോൾ പിന്നെ എല്ലാ അറ്റൻഷനും അവിടേക്ക് പോയി എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ ഈ പല കേസുകളിലും നമ്മൾ ഈ ഫസ്റ്റ് കുട്ടിക്ക് സെക്കൻഡ് കുട്ടിയോട് വരുന്ന ഒരു അമർഷം, അത് നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം? ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അത് വരുന്നതും അതുപോലെ അത് എങ്ങനെയാണ് ഒരു പാരൻ്റ് അതിൽ നിന്ന് 2 കുട്ടികളെയും ലൈക്ക് ഓക്കെ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, വി ഹാവ് ടു വർക്ക് ടുഗെദർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കാം. അതെ, ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ആ കുട്ടിക്ക് ഒരു എൽഡർ ചൈൽഡ് ആകാൻ പോകുന്നു പോലെ തോന്നണം. ഒരു അമ്മയ്ക്ക് ഞാൻ അമ്മയാകാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ വരാൻ പോകുന്നത് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു നറിഷ്മെൻ്റ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഒരു നറിഷ്മെൻറ്റ് നീഡ്, പാൽ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ആ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും ഈ സെയിം ഈ കൊച്ചിന് വർക്ക് ചെയ്യും. ഞാനാണോ ചേട്ടൻ, ഞാനാണോ ചേച്ചി, ആ ചേച്ചി സ്ഥാനം ഇവിടെ വേറെ ആർക്കും ഇല്ല, ആ ചേട്ടൻ സ്ഥാനം ഈ ലോകത്തിൽ വേറെ ആർക്കും ഉള്ളൂ, യു ഹാവ് ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ശരിയാണല്ലോ, ഞാനല്ലേ ചേട്ടൻ, അച്ഛനും അമ്മയാണ്, ചേട്ടൻ ഇയാളാ, ചേച്ചി ഇയാളാ എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വൈ നോട്ട്, ദ പേഴ്സൺ ഈസ് ഓൾറെഡി എ ടീം മെമ്പർ. അപ്പം അത് കൊടുത്തിട്ടില്ല. അതിന് പകരം ആ പൊസിഷനിൽ നിന്ന് അയാളെ എടുത്ത് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് വേറൊരാൾ വരുന്ന പോലെ ഫീൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? സോ
ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമുക്ക് അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾ ഈ കുട്ടിയെ വളർത്തിയിട്ടുണ്ടോ എന്നും കൂടി ഉണ്ട്. കാരണം ചിലപ്പോൾ ഞാനിങ്ങനെ കാര്യം പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് കമൻറ്റ് വരാറുണ്ട്, എൻ്റെ 5 വയസ്സുള്ള കൊച്ചിനെ വിളിച്ചിരുത്തി ഇതൊന്നും പറഞ്ഞാൽ പറ്റൂലെന്ന്. ആ കൊച്ചിന് ഇതൊന്നും മനസ്സിലാവില്ല, ഇത് ഒരുമാതിരി വലിയ ആൾക്കാരോട് സംസാരിക്കുന്നത് നല്ല കൊച്ചുങ്ങളോട് സംസാരിക്കാനാണല്ലോ നീ ഇത് പറയണേ എന്നെനിക്ക് കമൻറ്റ് വരാറുണ്ട്. അവിടെ എൻ്റെ ചോദ്യം, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഈ കൊച്ചിനെ വളർത്തുമല്ലായിരുന്നോ? അപ്പോൾ ഈ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞല്ലേ വളർത്തുന്നത്? എങ്ങനെ വളർത്തി? അടിച്ചും തല്ലിയാണോ വളർത്തി? അപ്പോൾ അവിടെ തെറ്റിയില്ലേ? അപ്പോൾ രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് കൊച്ചിനെ ഏബിൾ ആക്കിയിട്ടില്ല. ആ 5 കൊല്ലം കൊണ്ട് ഏബിൾ ആക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, അറ്റ്ലീസ്റ്റ് ഇനിയാണെങ്കിൽ ആ കുട്ടിയോട് ടൈം എടുത്ത് സംസാരിച്ചിട്ട് വേണം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ. ഈ നമുക്കൊരു സർട്ടൻ ഏജ് ഗ്യാപ്പ് ഉണ്ടോ? ലൈക്ക് ഒരു ഫസ്റ്റ് സിബ്ലിങ്ങോ സെക്കൻഡ് സിബ്ലിങ്ങോ അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ് എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് കുറേയൊക്കെ മാറ്റർ ചെയ്യും. ഇപ്പം പേരൻസ് വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി തന്നെത്താനെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ എടുക്കേണ്ട, നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറയുന്നില്ല, ദോശ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ കഴിക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഫിസിക്കലി ഏബിളായി. ടോയ്ലറ്റ് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാം, സ്വന്തമായിട്ട് കുളിക്കാൻ പഠിക്കുന്ന പോട്ടി ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പേരൻസ് കുറച്ചുകൂടെ ഫിസിക്കലി ഫ്രീ ആവുകയാണ്. ഫിസിക്കലി ഫ്രീ ആയി കഴിഞ്ഞാൽ അമ്മ ഫിസിക്കലി ഫ്രീ ആയി, അടുത്ത കൊച്ചിന് ഏബിളായി. പിന്നെ ഉള്ളത് ഈ സൈക്കോളജിക്കൽ പ്രിപ്പറേഷനാണ്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് ആ ടൈം തരും എന്നുള്ളതാണ് കാണിക്കുക.